സോ പിള്ളേർ തള്ളി മറിച്ച് കേട്ട് നിങ്ങൾ ഞെട്ടരുത്. WMC-യിൽ വളരെ പ്രധാനപ്പെട്ടതല്ലാത്ത അങ്ങനെയുള്ള ആളുകളൊന്നുമില്ല. വി ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ വിത്ത് എ കോമൺ ഒബ്ജക്റ്റീവ്. തീർച്ചയായിട്ടും നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സും ഓർമ്മകളെല്ലാം ഗൃഹാതുരത്വമായ നമ്മുടെ നാടിൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിക്ക് തോന്നുന്നു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹാതുരമായ ഓർമ്മകൾ നമ്മുടെ സുഹൃത്തുക്കളും ഫാമിലിയായിട്ടൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു സമയമാണ്. തീർച്ചയായിട്ടും ജർമ്മനി പോലൊരു രാജ്യത്ത് നമ്മൾ വന്നു. നമ്മുടെ പാരമ്പര്യങ്ങളും ആഘോഷങ്ങളും എല്ലാം ഇവിടെയും ഈ തരത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ വലിയൊരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഈ രാജ്യത്ത് വരിക, ഇവിടെ ജീവിക്കുക, ഇവിടെ ഒരു ഫാമിലി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് അവർ റൈറ്റ്. It's a privilege. It's a privilege from this country and from the people of this country. അപ്പോൾ ഞാനിത് പറയാനൊരു കാരണമുണ്ട്. കാരണം റീസെൻ്റ്ലി മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, പ്രതിഷേധങ്ങൾ നമുക്ക് ഇച്ചിരി കൺസേൺ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഡയസ്പൊറ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് മലയാളികൾക്കെതിരായ പ്രതിഷേധങ്ങൾ അയർലൻഡിൽ തുടങ്ങി, അത് യൂറോപ്പിലേക്ക് വന്നു, ഓസ്ട്രേലിയയിലേക്ക് പോയി, മറ്റു പല സ്ഥലങ്ങളിലും ഇന്ത്യൻ ഡയസ്പോറയ്ക്കെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ, തദ്ദേശീയ ആളുകളിൽ നിന്ന് വരുന്ന പ്രതിഷേധങ്ങൾ നമ്മളെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾ വളരെ കാലഘട്ടം മുന്നേ ഇവിടെ വന്ന ആളുകളാണ്. ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് വളരെയധികം ഇന്റഗ്രേറ്റഡ് ഉള്ള ആളുകളാണ് ഇവിടെ. പക്ഷേ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി വി ആർ ഹാവിങ് എ പ്രോബ്ലം. ഇറ്റ്സ് ഇമിഗ്രേഷൻ വിതൗട്ട് ഇന്റഗ്രേഷൻ. സോ ദിസ് ഇസ് എ ഹ്യൂജ് പ്രോബ്ലം that probably the upcoming Indian diaspora is not integrating into the society. തീർച്ചയായിട്ടും ഒരു പ്രിവിലേജ് കിട്ടി ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ സൊസൈറ്റിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് വി ഷുഡ് ടേക്ക് ദിസ് സീരിയസ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി പോകുമല്ല. വി ആർ നോട്ട് ലൂസിങ് അവർ ഐഡന്റിറ്റി, ബട്ട് വി ആർ ഗ്രോയിങ് അപ്പ്, വി ആർ ആഡിങ് അപ്പ് ടു അവർ ഫൗണ്ടേഷൻസ്. വി ആർ ടേക്കിംഗ് ദ ഗുഡ് വാല്യൂസ് ഫ്രം ദിസ് കൾച്ചർ ആൻഡ് വി ട്രൈ ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ വൈൽ കീപ്പിംഗ് അവർ റൂട്ട്സ്. എനിക്ക് തോന്നുന്നു ഈ ഒരു അടിസ്ഥാനപരമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു പക്ഷേ നമുക്കില്ലാത്തതായിരിക്കാം. എനിക്ക് മറ്റു പല കാരണങ്ങളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇൻ്റഗ്രേഷൻ എന്നൊരു കൺസെപ്റ്റ് ഒരു പക്ഷേ പുതുതായിട്ട് വരുന്ന തലമുറയിൽ നിന്ന് ആ ഒരു കൺസെപ്റ്റ് വിട്ടുപോകുന്നു എന്നുള്ള ചെറിയൊരു ആശങ്ക ഞാൻ പങ്കുവച്ചതാണ്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൾച്ചർ, ഈ രാജ്യത്തിന് എൻ്റെ ഒരു സംസ്കാരമുണ്ട് അല്ലേ. നമ്മൾ ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ജോലി സ്ഥലത്ത് ഇടപെടുന്ന രീതി, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഭക്ഷണം, നമ്മൾ കൊളീഗ്സ് ഇടപെടുന്ന രീതി, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താകാം, എന്ത് പാടുണ്ട്, എന്ത് പാടില്ല, എന്ത് സംസാരിക്കാം, ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ നമ്മുടെ വലുതായിട്ടുള്ള ആഘോഷങ്ങൾ, നമ്മൾ ആഘോഷങ്ങളാകാം, പക്ഷേ ഇവിടുത്തെ പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള, ഓഫ് കോഴ്സ് ഇവിടെ നമുക്ക് പറയാം ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഫ്രീഡമാണ്, ഇവിടെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ നടത്തുമ്പോൾ ആലോചിക്കണം അത് എത്രമാത്രം ഇവിടുത്തെ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് അവരത് വെൽക്കമിങ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന പ്രതിഷേധങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ പേറുന്നതിൻ്റെ ഒരു പക്ഷേ അതിനേക്കാൾ തീവ്രമായിട്ട് ആ സംസ്കാരത്തെ പേറുന്ന ആളുകളാണ് ഇവിടെ ജീവിക്കുന്നവർ. തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക അധിനിവേശത്തിൽ അവരുടെ സംസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭീതി ഒരു പക്ഷേ ഈ ജനങ്ങളിൽ ഉണ്ടായാൽ നമുക്ക് കുറ്റം പറയാം. തീർച്ചയായിട്ടും നമുക്ക് ആഘോഷങ്ങളാകാം, പക്ഷേ നമ്മുടെ ആഘോഷങ്ങൾ അവരുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അതിനെ മാറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ പരിധിവരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിന്റെ ഹൃദ്യമായ ആശംസകൾ നേരുകയാണ്. എന്നിൽ നിക്ഷിപ്തമായ കടമ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ചീഫ് ഗസ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട മിസ്റ്റർ സത്യനാരായണൻ പാറക്കാട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ മിസ് കവിത സത്യനാരായണനുമാണ്. എനിക്ക് തോന്നുന്നു സത്യനാരായൺജീനെ അറിയാത്തവരായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ കുറവായിരിക്കും എനിക്ക് തോന്നുന്നു. അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം നമ്മളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് കോൺസുലേറ്റിലേക്ക് നമുക്കുള്ള ആക്സസ് he just made it as simple as possible. So we are so thankful to you. കോൺസുലേറ്റിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കി തരുന്ന ഒരു റൂട്ടാണ്. സോ വി റിയലി അപ്രീഷിയേറ്റ്, we really cherish your presence in the consulate, and on behalf of WMC
I welcome you and your partner, Kavita Satyanarayanan, to this function. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ വെൽക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മുടെ ഈ പരിപാടി ഇവിടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാസങ്ങളായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. They are working really hard. And അവരെടുത്തിരിക്കുന്ന എഫേർട്ട് ടൈം it's invaluable. I just cannot calculate a value for that. And without them this program won't be anything. So I don't say any particular name. I would like to welcome all of them to this program on behalf of WMC Frankfurt. പിന്നെ നമ്മുടെ സമൂഹത്തിന്റെ നാനാതരത്തിലുള്ള ആളുകൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഏറ്റവും പുതിയതായിട്ട് വന്ന ആളുകൾ, അതിനിടയിലുള്ള ആളുകൾ, അപ്പോൾ അതുപോലെ വ്യത്യസ്തമായ സംഘടനകളെ പ്രതിനിധിച്ചിട്ടുള്ള ആളുകൾ. ഞാൻ അറിഞ്ഞിരിക്കുന്നിടത്തോളം കേരള സമാജത്തിന്റെ പ്രസിഡന്റ് മിസ്റ്റർ ദിപിൻ ഇവിടെ ഉണ്ടാവുമെന്ന് കേട്ടിരിക്കുന്നു. അതുപോലെ ഓഫംഭാഗം മലയാളി അസോസിയേഷന് അതിന്റെ എക്സിക്യൂട്ടീവ് അംഗം മിസ്റ്റർ കോശി മാത്യു ഇവിടെ ഉണ്ട്. അതുപോലെ സമൂഹത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളെ പ്രതികരിക്കുന്ന സീനിയർ ആയിട്ടുള്ള, ഞാൻ ആരും എടുത്തു പറയുന്നില്ല, അത്തരത്തിലുള്ള പല വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്. അവരോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും, കാരണം നിങ്ങൾ ഇന്ന് വന്നില്ലെങ്കിൽ ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഈ പരിപാടിയുടെ ബാക്ക് ബോൺ നിങ്ങളുടെ പ്രസൻസ് ആണ്. സോ താങ്ക് യു ഫോർ കമ്മിങ് ടുഡേ. We really appreciate and we are very thankful for your presence. And on behalf of WMC Frankfurt, I welcome you all to this program. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ സൂചിപ്പിച്ചതുപോലെ WMC Frankfurt എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ. അപ്പം ഞങ്ങളുടെ ഹോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ചെയർമാൻ ജോർജ് ജോസഫ്, സെക്രട്ടറി മനോജ്, അതുപോലെ വളരെ ശക്തമായിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ നടത്തുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. അവരുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. എൻജോയ് ഫിൽ സ്പാസ്.